അടുത്തതായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ശശി തരൂർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിലവിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം MP ആണ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, അതുപോലെ വിദേശകാര്യം, ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. സർവോപരി കോഫി അന്നൻ്റെ കീഴിലുള്ള UN അണ്ടർ സെക്രട്ടറി പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. വളരെ സിഗ്നിഫിക്കൻ്റായ 3 ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ പുസ്തകങ്ങൾ, എൻ എറ ഓഫ് ഡാർക്ക്നെസ്, ഇൻഗ്ലോറിയസ് എംപയർ, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പോലെയുള്ള പുസ്തകങ്ങൾ. വളരെ സമാധാന പ്രവർത്തകനും അതുപോലെ അഭയാർത്ഥി സേവകനും 30 വർഷത്തെ ഉന്നതമായ സേവനം ചെയ്ത ഡിപ്ലോമാറ്റുമായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. 1994 ഒക്ടോബറിൽ രൂപീകരിച്ച അസാസ് ട്രൈസനേറിയം ആഘോഷവേളയിൽ വിളികേട്ടെത്തിയതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. അഭിസംബോധന ചെയ്യാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. വലിയ നന്ദി. പ്രൊഫസർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇന്നത്തെ അധ്യക്ഷനും നിങ്ങളുടെ വൈസ് ചാൻസലറും, ശ്രീ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഉദ്ഘാടകൻ, എൻ്റെ പാർലമെൻറ്റിനൊപ്പം പ്രവർത്തിക്കുന്ന സുഹൃത്തായ കുറേ വർഷങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് പാർലമെൻറ്റിൽ, ശ്രീ E.T. മുഹമ്മദ് ബഷീർ, നിയമസഭയിലത്തെ അംഗവും നമുക്ക് വേണ്ടി ചുരുങ്ങിയ വാക്കിൽ നല്ല വാക്ക് പറഞ്ഞ ശ്രീ KPA മജീദ്, ഞാൻ ഡൽഹിയിൽ ആദ്യം പരിചയപ്പെട്ട, പിന്നെ ഡൽഹിയിലും മലപ്പുറത്തും കുറേ തവണ കാണാൻ സാധിച്ച MSNന്റെ നേതാവായ അഹമ്മദ് സാജു, നമ്മളെല്ലാവരോടും ഇത്ര നല്ല വാക്കിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ഷാഫി ഹാജി, ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, വേദിയിൽ പലവരുമുണ്ട്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എന്നോടൊരു പ്രസംഗം ചെയ്യാനല്ല ആവശ്യപ്പെട്ടത്. അവരെല്ലാവരും പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇൻറ്ററാക്ഷനാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ള വിഷയങ്ങളും ചോദ്യങ്ങളും അതനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ കേട്ടിട്ട് മറുപടി പറയാനാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാൻ 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ആദ്യം പറയാനുള്ളത് നമ്മുടെ അൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 30ാമത്തെ വാർഷിക. ഞാനിവിടെ കണ്ടു, നല്ലൊരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കും, ട്രൈസെന്റേറിയം. എനിക്ക് എന്നെ ചെക്ക് ചെയ്യേണ്ടി വന്നു, എന്താണ് ട്രൈസെന്റേറിയം. ഞാൻ ട്രൈസെന്റിനറി കേട്ടിട്ടുണ്ട്. ട്രൈസെന്റിനറി 300 വർഷവും ട്രൈസെന്റേറിയം 30 വർഷമാണെന്ന് ഇന്നേ ഞാൻ പഠിച്ചുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ടീച്ചിങ് മീ സംതിങ്. അല്ല, പക്ഷേ അത് ഒരു പാഠമാണ്. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും അറിയണം, നമ്മുടെ ജീവിതം മുഴുവൻ പഠിക്കാൻ ഒരു അവസരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആരും എപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയുടെ സദസ്സ് വിട്ട ശേഷം കൂടി, യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂം വിട്ട ശേഷം കൂടി നമ്മളുടെ മനസ്സ് തുറന്നിട്ട് നമ്മൾ പഠിഞ്ഞുകൊണ്ടിരിക്കണം. പഠിപ്പ് ശരിക്ക് ലേണിംഗ് നെവർ സീസസ്. അപ്പൊ എപ്പോഴും നമ്മൾക്ക് പഠിച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ദിവസം ഒരു പുതിയൊരു വാക്കായിരിക്കും, വേറൊരു ദിവസം ഒരു പുതിയ ചിന്തിക്കുന്ന ഒരു രീതിയും കൂടിയാവാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങളെല്ലാവരും അൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 10-30 വർഷമായിട്ട് ദാറുൽ ഹുദയുടെ എല്ലാ വിദ്യാർത്ഥികളുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടി സർഗാത്മക വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ASIൻ്റെ പ്രവർത്തനം അക്കാഡമിക് മേഖലയിലും കലാമേഖലയിലും സാംസ്കാരിക മേഖലയിലും സാമൂഹിക മേഖലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും എല്ലാറ്റിലും ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ശരിക്കും ഒരു വലിയൊരു കാര്യമാണ്. യു ആർ ആൻ എക്സാമ്പിൾ ടു അസ് ഓൾ. അപ്പോൾ നിങ്ങളിങ്ങനെ പുതിയ പ്രോഗ്രാംസ് കണ്ടുപിടിച്ചിട്ടും എല്ലാ വിധത്തിലും ദാറുൽ ഹുദ വിദ്യാർത്ഥികളെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കാനും ഓരോരോ കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നതിന് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾക്ക് വേണ്ടി ഇനിയും എൻ്റെ എല്ലാ ആശംസകളും. ASIൻ്റെ ട്രൈസെന്റേറിയം നമ്മൾ മാറി വെച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് പല കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഒന്ന്,
നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത് ഒരു ചാലഞ്ചിങ് ടൈമാണ്. നമ്മൾക്ക് 10, 8, 9 വർഷമാണ് ഒരു പുതിയൊരു ഭരണം വന്ന ശേഷം നമ്മളുടെ ഭാരതത്തിന്റെ മുഖചരിത്രത്തെ മാറ്റുന്ന ഒരു ഭരണമാണ് ഡൽഹി നമുക്കുള്ളത്. അത് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രം, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ സ്വന്തം നേച്ചർ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അത്ര എളുപ്പം. അപ്പൊ നമ്മൾ വടക്കൻ ഭാരതത്തിൽ കണ്ടിരിക്കുന്നത് ചില ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിനും ചിലപ്പോൾ വേറെ ന്യൂനപക്ഷ സമുദായത്തിനും വേണ്ടിയിട്ട്. നമ്മൾ ഇന്നാള് ക്രിസ്മസ് സമയത്ത് ക്രിസ്ത്യൻ പള്ളികളിലും ആക്രമണമൊക്കെ ഉണ്ടായെന്ന് വായിക്കുമ്പോൾ ഇതൊക്കെ ദുഃഖം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതായിരുന്നില്ല ഭാരതം. ഞാൻ വളർന്ന ഭാരതത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കലും ഒരുമിച്ച് ഒരേ സ്വപ്നം കാണലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി. ഞാൻ എൻ്റെ ക്ലാസ് റൂമിലും എൻ്റെ വീട്ടിലും എത്ര ഫ്രണ്ട്സ് കളിക്കാൻ വന്നു, എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും അവര് ജാതിയോ മതത്തിനെ കുറിച്ചൊരു കമന്റ് അടിച്ചില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, പാർസീസ് ഉണ്ടായിരുന്നു. ബോംബെ ആയിരുന്നു അപ്പൊ ആ കാലത്ത്. സിഖ് കുട്ടികളുണ്ടായിരുന്നു, ജൂയിഷ് ഒരു കുട്ടി എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരെയും നമ്മൾ കണ്ട് ഒരുമിച്ച് കളിച്ച് മനുഷ്യന്മാരായിട്ട് കാണുന്നതാണ് നമ്മൾക്ക് അത്യാവശ്യം. ഭാരതത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും അത് ഓർക്കണം. നിങ്ങൾ ഇസ്ലാമിക് സ്റ്റുഡൻറ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും കൂടിയാണെങ്കിലും നിങ്ങൾ നല്ല മുസ്ലിംസായി വളർന്നോളൂ. പക്ഷേ മറ്റേവരുടെ വിശ്വാസങ്ങളും മറ്റേവരുടെ ജീവിതവും നമ്മൾ അതുപോലെ ബഹുമാനം കാണിക്കണം. അവരുടെ നമ്മളും ബഹുമാനം പ്രതീക്ഷിക്കാനുള്ള അവകാശമാണ്. നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യു ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് റെസ്പെക്ട്. പക്ഷെ അതുപോലെ യു ഷുഡ് ഓൾസോ ഗിവ് റെസ്പെക്ട് ടു അതേഴ്സ്. അങ്ങനെ മാത്രമായിട്ട് നമ്മുടെ ഈ രാജ്യത്തിൽ മര്യാദയോടെ ഒരിക്കൽ ജീവിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഇന്ത്യ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഹിന്ദുമത വിശ്വാസികളുടെ ചില സംസാരം കാണുമ്പോൾ എനിക്ക് ഒരു ദുഃഖവുമുണ്ട്, ഒരു ഭയവുമുണ്ട്. ദുഃഖം കാരണം അത് ശരിക്ക് ഹിന്ദു മതത്തിന്റെ ചിന്തിക്കുന്ന രീതിയല്ല ചിലവർ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരേ സമയത്ത് ഒരു ചെറിയൊരു ഭയമുണ്ട്. കാരണം അവരിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിനെ മാറ്റിയാൽ ഭാരതത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. അപ്പൊ ആ ഭാവിയെ നന്നാക്കാനും ഈ ഭയത്തിനെ മാറ്റാനും നമ്മൾ എല്ലാവരും ശക്തമായി നിൽക്കണം. ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ നമുക്ക് വേണ്ടത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭാരതം. ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് ഭാഷയായാലും ഏത് സംസ്ഥാനത്തിൽ ജനിച്ച് വളർന്നവരാണെങ്കിലും ഏത് സംസ്ഥാനം ജീവിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും ഇതൊന്നും പ്രശ്നമാകാൻ പാടില്ല. നമ്മൾ ഭാരതീയ പൗരനാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരേ അവകാശമുണ്ട് ഈ രാജ്യത്തിൽ ഒരേ രീതിയിൽ ജീവിക്കാനുള്ള പൂർണ്ണ ധൈര്യം നമുക്കുണ്ടാകും. ഒരു അവസാനത്തെ ഒരു ചെറിയ പോയിന്റ് കൂടി പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ കോമന്റ്സും ചോദ്യങ്ങളും ചോദിക്കാൻ. അതെന്താണ്? നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്നു. 38 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഇനിയും പല വിധത്തിൽ മുന്നോട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ ഈ സംസ്ഥാനത്ത് മാത്രമല്ല വേറെ സംസ്ഥാനങ്ങളിലും വേറെ രാജ്യങ്ങളിലും കൂടി പോയിട്ടുണ്ടെന്നാണ് വൈസ് ചാൻസലർ എന്നെ സൂചിപ്പിച്ചത്. അപ്പൊ നിങ്ങളെല്ലാവരും നടക്കുമ്പോൾ remember the strength of Kerala and of the education you have had here. കേരളത്തിന്റെ ഒരു ഗുണം എൻ്റെ അഭിപ്രായത്തിലാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വടക്കൻ ഭാരതത്തിൽ ചില രാഷ്ട്രീയ വിശ്വാസികൾ ഇസ്ലാമിനെ ഒരു വാളെടുത്ത് വന്ന ഒരു മതത്തിനെ മാത്രമായി കാണുമ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയും, അങ്ങനെ വിചാരിക്കരുത്. കേരളത്തിൽ ഞങ്ങളുടെ ചരിത്രം അതല്ല. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നൂറ്റാണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന് ട്രേഡും കോമേഴ്സും ഒക്കെ കപ്പലത്തിൽ കൊണ്ടുവന്നിട്ടും വിറ്റിട്ടും വാങ്ങിയിട്ടും ഇവിടെ താമസിച്ചിട്ടുമുള്ള വ്യക്തികൾ ഇസ്ലാം അറബ് പെനിൻസുലയിൽ ജനിച്ചപ്പോൾ ആ സന്ദേശം സമാധാനത്തോട് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കേട്ടത്. കേരളത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രത്തിൽ ഇസ്ലാമിനെ കാണുന്നത് ഒരു സമാധാനത്തിന്റെ ഒരു മതമായിട്ടാണ്. അത് പറഞ്ഞ്
അവരെ മനസ്സിലാക്കാൻ എളുപ്പമല്ലെങ്കിലും അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അവര് വിചാരം അവര് അറിയപ്പെടുന്ന ഒരു ചരിത്രം, അവര് വായിക്കുന്ന, കേൾക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. ഒന്നാം കാര്യം, ആ ചരിത്രം ഒരു ഭയങ്കര പാർഷ്യൽ ചരിത്രമാണ്. രണ്ടാമത്തത്, അത് ശരിക്കും എല്ലാവരെയും അനുഭവമായിരുന്നില്ല. അതേപോലെ അവർ വിചാരിക്കുന്നു ക്രിസ്ത്യാനിറ്റി വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒപ്പമാണ്. അതും വാളും ക്യാനൻസും കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ രാജ്യത്തിൽ അവരെ എത്തിച്ചേർത്തത്. ഞാൻ പറയും, ഏത് ബ്രിട്ടീഷുകാരും ഏത് യൂറോപ്യനും ക്രിസ്ത്യൻ ആവണം മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കേരളക്കാര് ക്രിസ്ത്യൻ മതത്തിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ബ്രിട്ടീഷുകാരനും ക്രിസ്ത്യൻ ആയിരുന്നില്ല. അപ്പൊ കേരളത്തിന്റെ ചരിത്രം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് കാണുന്ന ഒരു ചരിത്രമാണ്. അതാണ് നമ്മളുടെ ശക്തി, അതായിരിക്കണം നമ്മളുടെ സന്ദേശം ഭാവിയിൽ. ഈ സംസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് നമ്മുടെ സാമൂതിരി രാജാവിനെ കാണാൻ പോകണം. അദ്ദേഹത്തിന്റെ ഒരു മുമ്പിലുണ്ടായിരുന്ന ഒരു സാമൂതിരി ഒരു സമയത്ത് കുഞ്ഞാലി മറിക്കാറിന്റെ കപ്പൽ സെയിൽ ചെയ്യുന്ന കഴിവ് കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് തലയിൽ കയറിയ ഒരു ഐഡിയ, മുസ്ലിംസിന് മാത്രമേ സെയിലിംഗ് ചെയ്യാൻ അറിയുള്ളൂ, കപ്പലിനെ നയിക്കാൻ അറിയുള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു കാലത്ത് ഒരു ഡിഗ്രി നടത്തി എല്ലാ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ഒരു കുട്ടിയെ, ഒരു അംഗത്തിനെ മുസ്ലിമായിട്ട് വളർത്തണം. കാരണം അങ്ങനെയാണെങ്കിൽ എന്റെ നേവിയില് കപ്പൽ നടത്താൻ നമ്മൾക്ക് ആൾക്കാരുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇതൊക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നബി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു ഹിന്ദു രാജാവിടെ ചെറുമൻ പെരുമാൾ, അദ്ദേഹം ഈ ഇസ്ലാമിന്റെയും നബിയുടെയും സന്ദേശം കേട്ടിട്ട് വലിയ ഇൻട്രസ്റ്റഡായി, വലിയ താല്പര്യം കാണിച്ചു. ഞാൻ അദ്ദേഹത്തെ പോയി കാണാൻ പോകുന്നു പറഞ്ഞ് കപ്പല് കയറി അറബ് രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് കഥ. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ അന്തരിച്ചു, തിരിച്ചു വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പോയതിന്റെ തെളിവ് അദ്ദേഹം എഴുതിയ കത്തുകളും മാത്രമല്ല, ഇപ്പൊ കൂടി കേരളത്തിന്റെ നാളികേര മരങ്ങൾ ഇന്നത്തെ രാജ്യത്തിൽ ഒമാനിന്റെ സലാലയുടെ അടുത്ത് വളരുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കപ്പലിൽ കൊണ്ടുപോയ നാളികേരമാണ് അവിടെ അവർ കുഴിച്ചിട്ട് മരമായത്. കാരണം അറബ് പെനിൻസുലയിലൊക്കെ പിന്നെ നാളികേരം ഇല്ലല്ലോ. പക്ഷെ കേരള കോക്കനട്ട് ട്രീസ് ആർ ഗ്രോയിങ് നിയർ സലാല ഇൻ ഒമാൻ because Kerala king wanted to learn more about Islam and went to Oman with these trees, with these coconuts, with these seeds. അപ്പൊ ഇങ്ങനെ എല്ലാം സ്വീകരിക്കാനും എല്ലാറ്റിനെയും കുറിച്ച് പഠിക്കാനും എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരെയും ഒരുമിച്ച് ജീവിക്കാൻ വളർത്തിയ ഒരു കേരളം, ഇതിൽ നമ്മൾ ഒരിക്കലും ക്രോധവും വിദ്വേഷവും ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ വിട്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സന്ദേശം ഇതന്നെ ആയിരിക്കണം. നിങ്ങൾ കേരളത്തിൽ പഠിക്കൂ എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിലവരോട് പറയാം. അത് നിങ്ങളോട് പോയിട്ട് ശണ്ടവണയും പറയാല്ല ആൾക്കാരോട്. പക്ഷെ നിങ്ങൾ ഓരോരോ സംസ്ഥാനത്ത് പോകുമ്പോൾ കാണും, പല അന്യായങ്ങളും കാണും. പത്രം വായിക്കുമ്പോഴും TV കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തെ ഒളിക്കാൻ ആവശ്യമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ സമാധാനവും സ്നേഹവും മാത്രമല്ല, നമ്മുടെ ഒരു ഉദാഹരണമാണ്. കേരളം ഒരു മാതൃകയാണ്. കേരളം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് അവരും പഠിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ 2 ചെറിയ പോയിന്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിച്ചതാണ്. നമ്മുടെ ഈ ചടങ്ങ് ഒരു ഇന്ററാക്റ്റീവ് സെഷനായി നടത്താമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവർക്കും 5-6 പേർക്കെങ്കിലും ചോദ്യമോ കമന്റോ ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാനും നിങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാണ്. അത് മാത്രം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എന്നെ സ്വീകരിച്ചതിനും എന്നെ എത്ര സ്നേഹത്തോടെ എത്ര നല്ല വാക്കോടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ഒരിക്കലും കൂടി എന്റെ ആത്മാർത്ഥമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ററാക്ഷൻ സെഷൻ ആരംഭിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. अगर किसी को हिंदुस्तानी में पूछना है या anyone wants to ask in English or Malayalam or even French, you're most welcome to do so.
ഇതിന് ഇംഗ്ലീഷ് ടേം ഫീഡ്ബാക്ക് ആണ്. ഐ എം ആസ്കിംഗ് ഫോർ ഫീഡ്ബാക്ക് ഫ്രം യു, ബട്ട് ഐ എം ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ സൗണ്ട് സിസ്റ്റം. പറയൂ. ഓക്കെ, ഈ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് കൊളോണിയൽ എപ്പിസ്റ്റമേഡ് ഒരു വിഷയമാക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മുന്നേ നിങ്ങളും ജയസായി ദീപക്കും ഒരു ഡിബേറ്റ് നടന്നിരുന്നു. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ നിങ്ങൾ ഡയാനക്കിൻ്റെ ഒരു പുസ്തകം കോട്ട് ചെയ്ത സമയത്ത് ജയസായി ദീപക്ക് സിമ്പിളായിട്ട് റിട്ടാലിയേറ്റ് ചെയ്തു. ഹവാർഡിൽ ഇരിക്കുന്ന ഒരാൾ ഇന്ത്യനെ കുറിച്ചൊരു ഡാറ്റ പറഞ്ഞത് ഞാൻ സ്വീകരിക്കില്ല. അപ്പോൾ ഏതർത്ഥത്തിലാണ് ഈ ഡീകൊളോണൈസേഷൻ ഇന്ത്യൻ അക്കാദമിക് സ്ഫിയറുകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഭയങ്കരമായ റാഡിക്കൽ ഡീകൊളനൈസേഷൻ, ഏതർത്ഥത്തിലുള്ള ഡീകൊളനൈസേഷൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അറിയാൻ വേണ്ടിയാണ് താല്പര്യം. നോക്കൂ, നമ്മുടെ മനസ്സിനെ ഡീകോളനൈസ് ചെയ്യണമെന്ന് ഞാൻ എതിർക്കുന്നില്ല. കാരണം അവരും അവരുടെ കോളനൈസേഷൻ പ്രോജക്റ്റിൽ ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സിൽ ഒരു ഐഡിയ വരണം, അവരുടെയാണ് സുപ്പീരിയർ സിവിലൈസേഷൻ, അവരുടെ എഴുത്ത്, അവരുടെ സാഹിത്യം, അവരുടെ ചരിത്രം, അവരുടെ ആർട്ട് എല്ലാം നമ്മളുടെ രാജ്യത്തെക്കാട്ട് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ്, ലോകപ്രസിദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിച്ചു. അതെല്ലാം സത്യം തന്നെ. പക്ഷേ നമുക്ക് നമ്മളുടെ സ്വന്തം നാടിനെ കുറിച്ച് അഭിമാനത്തോട് ജീവിച്ചാൽ കൂടി ഒരു തുറന്ന മനസ്സോടെ മറ്റേ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓപ്പൺനെസ് കാണിക്കുന്നതിന് ഒരു തെറ്റും കാണിക്കുന്നില്ല. മഹാത്മാഗാന്ധി തന്നെ ഒരു 80 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് പറഞ്ഞ ഭാരതം ഒരു വീടായിരിക്കണം, എല്ലാ ജനലും വാതിലും തുറന്നൊരു വീട്. ഇപ്പൊ ലോകത്തിന്റെ കാറ്റുകൾ ഈ വീടിന്റെ അകത്ത് വരട്ടെ, പക്ഷേ ഐ മസ്റ്റ് ബി ഫേം ഇനഫ് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് ആൻഡ് നോട്ട് ബി ബ്ലോൺ അവേ ബൈ ദോസ് വിൻഡ്സ്. നമ്മൾ ഈ ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് നമ്മൾക്ക് ഒരൊറ്റ രീതിയേ ഉള്ളൂ ചിന്തിക്കാനും സംസാരിക്കാനും വിചാരിച്ചാൽ നഷ്ടം നമ്മുടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഹാർവർഡിൽ പറയുന്നത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നു, ഞാൻ ഹാർവർഡിനെ അറിയുന്നൊരു വ്യക്തിയാണ്. ഹാർവർഡിൽ നല്ലപോലെ സീരിയസ് ആയി പഠിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അഥവാ അവർ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടും പഠിച്ചിട്ടും ചില കാര്യങ്ങൾ എഴുതിയാൽ അതിനെ നമുക്ക് നമ്മളുടെ അറിവ് പ്രകാരം അത് തെറ്റല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കാൻ, ബഹുമാനിക്കാം. അഥവാ നമ്മളുടെ അറിവ് പ്രകാരം നമ്മൾക്ക് വേറെ ഫാക്ട്സ് ഉണ്ട്, ഈ ഹാർവർഡുകാര് കണ്ടുപിടിച്ച് ഉപയോഗിക്കാത്ത ഫാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാം, സോറി, നിങ്ങൾ തെറ്റിലാണ്. അതാണ് അക്കാഡമിക് ഫ്രീഡമിന്റെ അർത്ഥം. പക്ഷെ ഈ ഡയാനയ്ക്ക് എഴുതിയ ഒരു വാചകത്തിന് എതിർ പറഞ്ഞിട്ടില്ല. എന്താ തെറ്റ്, എന്താ മിസ്റ്റേക്ക് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കിക്കൂടാ? that when they are telling you something, you should always be prepared to listen and then use your own judgment. ഈ ഡയാനക്കിന്റെ സീക്രട്ട് ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു ഐഡിയ, അത് ഒരു ഐഡിയ ആണ്, പല ഐഡിയാസും ഉണ്ടാവാം. പക്ഷെ ഇന്ത്യ ഒരു രാജ്യമാണ്, ഒരു സിവിലൈസേഷൻ ആണ്, ഒരു ജനമാണെന്ന് എല്ലാ മതത്തിലെ ആൾക്കാരും വിശ്വസിച്ചു. മൗലാന അബുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അറബ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആര് വന്നാലും, അദ്ദേഹം ഒരു തമിഴാവാം, ഒരു പഠാനാവാം, ഇന്ത്യയിൽ നിന്ന് ആരും അറബ് രാജ്യത്ത് വന്ന അറബികൾ എല്ലാവരും അദ്ദേഹത്തിനെ ഒരു ഹിന്ദി ആയിട്ടാണ് കാണുന്നത്. ഈ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദ് രാജ്യത്തിന്റെ ഒരു നിവാസി. അപ്പൊ അവരുടെ മനസ്സിൽ ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് അല്ല, അവര് 1000 വർഷം മുമ്പേ പറയാൻ തുടങ്ങിയ ഒരു ടേമാണ്, 1500 വർഷം മുമ്പ്. ഇൻഫാക്ട് ഹിന്ദിന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ഇത്ര നല്ല അഭിപ്രായം അറബ് രാജ്യത്തിൽ ഉണ്ടായിരുന്ന കാരണം ഹിന്ദ് ഒരു സ്ത്രീന്റെ പേരായി മാറി വന്നു. നല്ല ഭംഗി ഉണ്ടാവട്ടെ എന്റെ മകളെന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ ഹിന്ദ് എന്നാണ് പേര് കൊടുക്കുക കുട്ടിക്ക്, അറബ് രാജ്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ഹിന്ദ് പറഞ്ഞ ഒരു സങ്കല്പം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് അത് ബ്രിട്ടീഷ് ഉണ്ടാക്കിയതാണെന്ന് പറയാനൊരു ആവശ്യമില്ല. ഹാർവർഡിൽ പഠിച്ചിട്ടല്ല ഇത് മൗലാന ആസാദ് മക്കയിൽ ജനിച്ചിട്ട് എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത്, കേട്ടോ. Hi, sir. Hi. Good afternoon. Good afternoon. How are you?
Not too bad, thank you. This is Nairul SK from West Bengal, degree second year student in BA Political Science. Excellent. Sir, my question is, Muslims of India are identified in different spectrum of Indian politics. Leaders like Maulana Azad chose to work with Congress, while others like Qaeda Millat, Muhammad Ismail Saib chose to make an independent party. In the current circumstances, what would be the wise choice for Indian Muslim? That's a Congress or an allied party like Muslim League? Thank you. That's a very interesting question, thank you. আপনি খুব ভালো করে বলেছেন। আপনার বাড়িতে বাংলা বলেন? আচ্ছা ভালো, very good, nice. So the question is not an easy one to answer because any answer would reflect my political preferences. So there are two schools of thought. There are those who say that it is the duty of all Muslims to resist certain extreme Hindutva ideas that are coming out of one particular political tendency. And in order to resist, what they need to do is to, thank you, is to strongly support the most viable opposition to that party. So what you see, for example, in UP is that many Muslims voted for Samajwadi Party because they thought they would be strong in opposing the BJP. In many other states, most Muslims vote for the Congress Party because they believe the Congress is the strongest alternative. And in your West Bengal, they voted for Trinamool because Trinamool is the strongest alternative. So that is one kind of approach. Another kind of approach says, no, we should have our own party that speaks only for the interests of our community. That was the stand, for example, of Asaduddin Owaisi in the Imam party in Telangana. Now, the advantage of that is that you are speaking for your own community. When you speak, you know what the experiences of your people are. You are an authentic representative of those people. But the negative side is, if Muslims sometimes vote for you and sometimes vote for someone else, they divide the vote and perhaps in the process facilitate the victory of the very people that both sets of people are speaking against. So if you have a strong Hindutva party and you have a strong secular party that gets Muslim votes, and then you have a Muslim party that takes away Muslim votes, then you could potentially end up in a situation where the effect of voting for your quote-unquote own party is to undermine the larger cause. Now in Kerala, they found a different solution. In Kerala, the solution is there is a strong Muslim party called the Muslim League, which is a party of the community, but which believes in cooperation with other communities. And so they have entered into coalition arrangements with other parties. Currently, it's with the Congress for the last 50 years, so that they will contest in areas where they are strong, and they will support Congress candidates in areas where Congress is strong, and then together they will have, they hope, the ability to form the government. Now that's the compromise approach. So if, for example, Mr. Owaisi were to say, as long as you recognize my strength in some places, I will not undercut your vote in other places, then you have a formula that could work in other parts of India also. But right now, that's not his stand. He prefers to contest against the other secular parties that are running in the quest for Muslim votes. And the result of that is sometimes that the party that both sides claim to be opposing is the party that wins because the Muslim vote has gone in two different directions. I hope that answer is the answer that you were expecting. Dhanyabad, khub bhalo laglo. Hi, Hello. myself Fuzail Ahmed from Maharashtra.
Acha, I'm sorry I don't speak Marathi. But thank you for your question. So my question to you is that campus politics has become one of the highly debated issues in Indian territory. We see we have been witnessing several death threats for the students for the past few decades when JNU is there. And AMU has been targeted for badly performing in various stages of development. But the problem is that what would be your opinion in this current scenario, which has become totally polarized? We have been dragged towards polarization, and what would be your stand to find a conclusive solution to this problem which has emerged over the past decades? See, here, one view is that students are on study and they should not get involved in politics. If they focus on studies, then they should be fine. The other view is that universities are places where young people are not only there to study, they're also growing up. And that's an age when they come of age, they're discovering their ideas, they're discovering what matters in life, they're discovering their own convictions, whether it's ideological convictions, religious convictions, political convictions, and so on. And therefore, that it's natural that students should have the freedom to join even politically minded student unions and make the effort. Now, in this second view, you are seeing a lot of serious efforts being made to, shall we say, challenge the right of students to do that, because the administration has been given very strict instructions to curb their academic freedom. It may not even be that it's purely, shall we say, political. It could even be purely ideological. For example, in JNU, the BJP government felt that there was too much of leftism or communism on campus and that should be curbed. Whereas in Kerala, I've had complaints from some religious leaders, not from your faith, telling me that in their campuses, they want more political freedom for everyone to form student bodies. Rather, they find that in their campus, only the SFI is allowed to function. And in fact, the SFI puts up signs saying this is an SFI campus, nobody else is allowed, and so on. And they say that is actually the opposite of political freedom, and I agree with that. That's really wrong. That should not be allowed to happen. So it's not an easy situation. One has to go case by case. I'm sure that in Darul Huda University, if anyone comes here and says they want to start an LSUI and a KSU and an ABVP and SFI and all of that, that probably the university would not allow them to do that. Am I right? So each university has its own culture, its own prevailing rules. But where it is permissible, it should be permissible for all. And I think students in any case cannot afford to be unconscious politically. I agree that the student's first duty is to his studies. But while studying, he should also form opinions about the society, about politics, about ways of going forward. And in that process, he should be somebody who can actually say, I don't agree with this and I do agree with that. Now, to say that, he must have the freedom to join an association or a body or a political union or whatever and take that stand. So my own view is that if you feel that you're being denied your freedom as an AMU student, for example, you should have the right to protest, and we outside should have the right to support you, as we do. We do support AMU students' rights and JNU students' rights. In fact, I went to the JNU campus after the so-called crackdown on the students there, and I spoke alongside Kanhaiya Kumar, and I said that as far as I was concerned, he had every right to stand up for his freedoms without being accused of sedition, as had just happened to him. So good luck. Thanks. One or two last questions. Okay, two more. One more, and then we'll stop. Yeah. Hi, sir. Hi. It's me, Muhammad Aftab.
from Calicut, degree last year student of this institution. Okay, hi. Sir, your linguistic prowess is something special. You have proficiency in multiple languages, English, Hindi, French, and you speak Malayalam. We too, here we learn 4 languages, Arabic, English, Urdu, Malayalam. Very What advice would you give to a student aspiring proficiency in multiple languages? That's my question. Thank you. Well, look, I must say, Mohammed, that it's extremely important, I believe, to be able to communicate with people in their own language as much as possible. Very few people can learn, more than 4 or 5 languages. After a while, they become confused. And if they become strong in a 6th language, they might forget their 2nd language. That's how these things will happen. But 4 or 5 languages, all human beings are capable of learning. And I do believe that it's necessary for us to be able to make that effort. And I'm very disappointed with those people who claim to only know one language, because that limits your ability to convey your thoughts, your ideas, and to learn and share the experiences of others which they are expressing in their language. So I certainly welcome the fact that in this university you are taught 4 languages. I encourage you to pay attention. I would say you also have to ask yourself, what is the purpose? If it's to read, then literacy is the most important aspect. If it is to have a conversation in that language, then you must do much more listening in the language lab. Videos, tapes, sound of language, so you know how it sounds when it's spoken, and when you speak again, it makes sense. One of the challenges I discovered from foreign and non-Malayali employers in Kerala is that many Malayalis write pretty good English, but they have no confidence in speaking it, unlike you. Many of them are saying that they never needed to speak English, even in the classroom. Even in, you wake up in the morning, you switch on the radio, you listen to Malayalam. You go to work, at the bus stop, people are speaking Malayalam. On the bus, you're speaking Malayalam. You get to work, you're speaking Malayalam. When you come home and switch on the TV, you're hearing Malayalam. So why would you need to speak or hear English? And when you go to the movies, you watch a Malayalam movie. And then the result is that these Malayalis have become impoverished linguistically, and they're not able to function as effectively as they would like. So many of these kids will learn English when they're studying engineering, they study English textbooks. They study engineering in English, and they can write a good paper or write a good piece of advice in writing. But the day they have to speak to a customer or a consumer or a client, the managers tell me these Malayalis are hopeless, they just don't have the confidence. That's very bad. So it's important to figure out what the purpose is of the language you're learning and strengthen your capacity to do that. So my spoken Malayalam is a lot better than my reading and writing, because I didn't grow up in Kerala. On the other hand, say, in French, I can read as fluently as needed, because in fact, I've actually learned reading and writing along with speaking at the same time. Similarly, in Hindi, I learned Hindi in school. I went to school in Bombay, in Calcutta, and I learned Hindi. But I read Hindi much more slowly than, say, I would read English. So if you give me the same article or the same book in English or Hindi, I know I can finish it in Hindi in 5 minutes, in English in 5 minutes. In Hindi, it may take me 20 minutes. So then, therefore, you again know your strengths, know what is the thing that you want to do, and use it accordingly. Okay? Good luck to you, but keep learning the languages. Hello, sir. Last question, because we're late for something else. Yeah. I'm Muzammil Haq from Assam, and hi. I'm here as a fanboy because I know you are an orator, an influencer. But for me, you are Shashi Taroor, the writer. Thank you. I'm an aspiring writer, and I have finished writing 1 book, and I also finished the script of 2nd book. And, Congratulations, that's very good. Yeah. How old are you? 21. Well done. I was not able to publish my first book at 21, so very good. Well done. Yeah, sir. I have some questions, but before that, as a present for my father, I need you to sign this book, please. Sure, happily. Yeah.
Tell me your name once more. Your father's name?